ഒരാൾ പറയുന്ന പുരോഗമനപരമായ ആശയത്തെ വളരെ പെട്ടെന്ന് നിർവീര്യമാക്കാൻ കോൺഗ്രസ്സുകാരും സംഘികളും പ്രയോഗിക്കുന്ന ഒരു പൊതുതന്ത്രമാണ് അവരുടെ ജാതി പറയുക. അത് നടൻ വിജയ് ജോസഫ് വിജയ് ആയത് എങ്ങനെയെന്ന് നോക്കുമ്പോഴും സംവിധായകൻ കമാലുദ്ദീൻ ആയത് എങ്ങനെയെന്ന് പരിശോധിക്കുമ്പോഴും അത് വളരെ കൃത്യമായിട്ട് ഉത്തരമാകും. അഭിപ്രായത്തിനല്ല പ്രസക്തി, ഉടനടി അവരുടെ ജാതിയും മതവും പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വച്ചിരിക്കുന്ന ഗൂഢതന്ത്രം. പക്ഷേ എല്ലായിടത്തും അത് വിലപ്പോകില്ലല്ലോ. അത് കൃത്രിമമായി മറച്ചുവെച്ച് ആ പ്രവൃത്തി ചെയ്യുന്നവർക്ക് അക്കാര്യം പുറത്തേക്ക് വന്നാൽ ചിലപ്പോൾ നിശബ്ദമായി പോകും. കാര്യം പറയുന്ന കാര്യത്തിൽ ആശയദൃഢതയില്ലെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയില്ല, അതിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശശുദ്ധി ഒളിച്ചു കടത്തുന്നുണ്ടെങ്കിൽ അവർ ആ വാചകങ്ങൾ കേട്ടാൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകും. എന്നാൽ പുരോഗമന ആശയം ഉൾക്കൊണ്ട് ജാതി വർണ്ണ സ്വത്വ ചിന്തകളെല്ലാം മാറ്റി നിർത്തി മനുഷ്യനെ മനുഷ്യനായി കണ്ട് അവന് വേണ്ടി അഭിപ്രായം പറയുന്നവർക്ക് ഇത്തരം ആക്ഷേപങ്ങൾ കേട്ടാൽ അതിന് പുല്ലുവിലയാണ്. ഇങ്ങനെ പറയാൻ കാരണം സ്വരാജിൻ്റെ ഒരു പഴയ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. അതായത് സ്വരാജ് ശക്തമായിട്ട് ന്യൂനപക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ റദ്ദാക്കാൻ വേണ്ടി സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും വിദഗ്ധമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വാചകമാണ് അദ്ദേഹത്തിൻ്റെ ജാതി. ആ ജാതിയെ സംബന്ധിച്ചുള്ള ചോദ്യം, താൻ ഒരു സവർണനാണെന്നും നായരാണെന്നുള്ള കാര്യം അത് പുറത്തേക്ക് വലിച്ചിട്ടാൽ ഈ പറയുന്ന കാര്യങ്ങൾ റദ്ദായി പോകുമെന്ന് കരുതുന്നവർക്ക് ഈ മറുപടി കേട്ടാൽ ചിലപ്പോൾ അടഞ്ഞു പോകും. അടഞ്ഞു പോകുമെന്നല്ല, അടഞ്ഞിരിക്കും, ഒരു സംശയമില്ല. വിമർശനത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ മാതാപിതാക്കൾ എനിക്കിട്ട പേര് സ്വരാജ് മുരളീധരൻ നായർ എന്നാണ്. ഇതിലൊന്നും ഒരു രഹസ്യമല്ല. മുരളീധരൻ നായർ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ പേരാണ്. ഞങ്ങളുടെ കുടുംബത്തിലാകെ കുട്ടികളുടെ പേരിനോടൊപ്പം അച്ഛന്റെ പേര് കൂടി ചേർക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ പേരിനോടൊപ്പം എന്റെ അച്ഛന്റെ പേര് കൂടിയുണ്ട്. എന്റെ ജനനത്തിലോ എന്റെ പേരിടുന്നതിലോ എനിക്ക് ഒരു പങ്കുമില്ല. നിങ്ങൾ ദയവായിട്ട് അത് മനസ്സിലാക്കണം. എന്നാൽ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ പ്രകടമായി ഏതെങ്കിലും ഒരു സമുദായ നാമം അങ്ങനെ കൊണ്ടു നടക്കേണ്ടതുണ്ടോ പുരോഗമന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക്? എല്ലാ സമുദായത്തിലും പെട്ട മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ആളായിട്ടല്ലേ മാറേണ്ടത് എന്നെല്ലാമുള്ള തോന്നലുകൾ എന്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഞാൻ എം സ്വരാജ് എന്ന പേര് എന്റെ എഴുത്തുകുത്തുകളിൽ നിന്നെല്ലാം സ്വീകരിച്ചു. എം സ്വരാജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുരളീധരൻ നായർ സ്വരാജ് എന്ന് തന്നെയാണ്. ഇതിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ പണ്ട് പേര് അങ്ങനെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ, പണ്ട് പേര് അച്ഛന്റെ പേരാണേ നമ്മുടെ പേരിന്റെ ഒപ്പം ഉള്ളതേ. അത് പേരിടുമ്പോ ആ കുടുംബത്തിൽ നിലനിന്ന ഒരു രീതി അനുസരിച്ചിട്ടുള്ളതല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ? ഇത്ര ക്ലാരിറ്റിയോടുകൂടി ആ വിഷയത്തിൽ ഒന്നും ഒളിപ്പിക്കാനില്ലാതെ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്താണ് തെളിയിക്കുന്നത്? ഒരാൾ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഒരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ വളരെ കൂളായി ഇതുപോലെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ തനിക്കൊരു പിഴവുമില്ല, താൻ അങ്ങനെ ജനിച്ചുപോയി എന്ന് കരുതിക്കൊണ്ട് ആ സമുദായത്തിൽ ജനിച്ച ഭൂരിഭാഗം പേരും എടുക്കുന്ന നിലപാടിനോടൊപ്പമല്ല എന്ന് തനിക്ക് പറയാൻ യാതൊരു തരത്തിലും ഒളിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ പോലും ദൃശ്യമാണ്. അങ്ങനെയുള്ള കാര്യത്തെയാണ് ഒരാളെ നിർവീര്യമാക്കാൻ, അയാൾ പറയുന്ന കാര്യങ്ങളെ റദ്ദാക്കാൻ ഇമ്മാതിരിയുള്ള ഊളത്തരവുമായിട്ട് സംഘികൾ ഇറങ്ങി പുറപ്പെടുന്നത്. അത് നേരത്തെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ണ് തുറന്ന് കാണണം. അങ്ങനെയുള്ള നിങ്ങളുടെ തന്ത്രങ്ങൾ ഇറക്കിയാൽ തളർന്നു പോകുന്നവരല്ല, വാടിപ്പോകുന്നവരല്ല ഇടതുപക്ഷത്തുള്ളവർ. അവരെങ്ങനെയാണ് പരുവപ്പെട്ടു വരുന്നതെന്നും അത്തരം ആരോപണങ്ങളെ ചിരിച്ച് പുച്ഛത്തോടെ തള്ളിക്കളയാൻ ശേഷിയുള്ളവരാണെന്ന് തെളിയിക്കുന്നതാണ് ആ പ്രതികരണം. മാധ്യമങ്ങളിലൂടെയാണ് ഈ ചോദ്യത്തെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഉന്നയിക്കപ്പെട്ടത്. ആ സന്ദർഭത്തിൽ തന്നെ എത്ര ക്ലാരിറ്റിയോടുകൂടി, എത്ര സ്വീകാര്യമാകുന്ന തരത്തിൽ, എത്ര വ്യക്തമായി, എത്ര സ്പഷ്ടമായി ആ വിഷയത്തിൽ മറുപടി പറയുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. സ്വരാജ് മുരളീധരൻ നായർ എന്ന പേര് എനിക്കിടുമ്പോൾ അതിലോ എൻ്റെ ജന്മത്തിലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നീട് എനിക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ അതിൽ മാറ്റം വരുത്തുക എന്നുള്ളത് എന്നാൽ കഴിയുന്ന കാര്യമാണ്. അത് ചെയ്തു. അത് മറ്റൊരു നേട്ടത്തിനുമല്ല, എൻ്റെ സ്വയം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആ വാചകങ്ങൾ മതി ഒരാളുടെ ഉള്ളിലെ മതേതരത്വത്തെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ബോധ്യപ്പെടാൻ. ബോധ്യപ്പെടാത്തവർക്ക് ഉള്ളിൽ വിഷമാണ്. അവർക്ക് ഇത്തരം വാചകങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് ദഹിക്കാത്ത അവസ്ഥ വരും. അതിൽ കാര്യമാക്കേണ്ടത്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ചിലരെയൊക്കെ അങ്ങനെ ജാതിയുടെ തൊഴുത്തിൽ കെട്ടാമെന്ന് കരുതിയാൽ എന്താണ് അവർക്കുള്ള മറുപടി എന്നതിൻ്റെ വളരെ ശക്തമായിട്ടുള്ളൊരു ഉദാഹരണമാണ് സ്വരാജിൻ്റെ ഈ പ്രതികരണത്തിലുള്ളതെന്ന് നിസ്സംശയം പറയാം.